പൊതിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ലെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലെ ഞാൻ പോയത് താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ അതെ, ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെറ്റാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. എന്റെ പേര് കെ രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്ന ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെ പിടിച്ച് ജയിലിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലും ഇല്ല. ഇത് ശരിയല്ല ചെയ്യുന്നത്. അത്രയാണ് എനിക്ക് പറയാൻ. വേറൊന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ്. കുട്ടി എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ്. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. ശരി. 3 വർഷം ഡീബാർ ചെയ്യുന്ന ഭരണകൂട ഒരുത്തരെ കൊന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇത്രയും വലിയ ബറ്റാലിയൻ ACPന്റെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്. എന്ത് തെമ്മാരത്തിനാ കാണിക്കുന്നത്? തോന്നിവാസല്ലേ ഇത്? ഇതിനെതിരായുള്ള ഒരു വലിയ പോരാട്ടം ഇതുകൊണ്ട് അവസാനിക്കൂല. യാതൊരു തരത്തിലും ഈ സമരം ഇങ്ങനെ അവസാനിക്കൂല. ജുവനൈൽ ഹോമാണ്. നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റാത്തതാണ്. ഓക്കെ, അത് ബാക്കിയുള്ളവർക്ക് ഇപ്പം ചിലപ്പോൾ കയറാൻ പറ്റില്ലായിരിക്കാം. നമുക്ക് അവിടെ അത്രയും സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലമാണ്. കുട്ടികളുടെ എക്സാം ഓക്കെ, അത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ എക്സാം എഴുതരുത് തന്നെയാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. നാളുകളിലെ ഈ നാടിന് വേണ്ടി അഭിമാനമാവേണ്ട ആളുകളാണ് ഈ കിർമാണി മാനേജ്, അതോടൊക്കെയുള്ള ഈ കൊടിസുനിമാരുള്ള ആൾക്കാർ പോലെ ആവേണ്ട ആളുകളാണ് എക്സാം എഴുതുന്നത്.